ജൂലൈ 30 കളി പറഞ്ഞ്, കഥ പറഞ്ഞ്, പരാതികളും പരിഭവങ്ങളും പങ്കുവച്ച്, നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൺതടങ്ങളിൽ ചേർത്ത് വെച്ചുറങ്ങിയവർ, പുസ്തകത്താളുകളിൽ ഉറക്കച്ചടവോടെ ഉത്തരങ്ങൾ എഴുതി വെച്ച് ഒന്നും അറിയാതെ ഉറങ്ങിയ കുരുന്നുകൾ, അർത്ഥമയക്കത്തിൽ അർത്ഥമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടുറങ്ങിയവരുടെ ഉച്ചിയിൽ ഉദിച്ച നിലാവിൻ്റെ നിറം മാറി. ഉറങ്ങുമ്പോൾ പുതപ്പിനുള്ളിൽ ഒരു നേർത്ത ചാറ്റൽ മഴയുടെ തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ആ തണുപ്പിന് ഒരു ഭീകരതയുടെ ചൂടേറി വന്നു. എല്ലാറ്റിനും ഒടുവിൽ അവിടെ വീശിയ കാറ്റിന് കണ്ണീരിന്റെ ചൂടുണ്ടായിരുന്നു. ഉറ്റവർ, കൈവിരൽ തുമ്പിൽ നിന്നൂർന്നു പോയവരുടെ നിലവിളികൾ ഉണ്ടായിരുന്നു. നിസ്സഹായതകളും നിർവികാരങ്ങളും എവിടെയൊക്കെയോ തളം കെട്ടി നിന്നിരുന്നു. ഈ ദിനത്തിൽ അവരും ചേരേണ്ടതായിരുന്നു. എങ്കിലും മഴ മണ്ണിലുറക്കിയ കൂടപ്പിറപ്പുകൾക്ക് ഓർമ്മപ്പൂക്കൾ അവർക്കായി നേർന്നുകൊണ്ട് ഈ ദിനം അവർക്കായി നമുക്ക് സമർപ്പിക്കാം. ഈ സ്വാതന്ത്ര്യത്തിനു മുമ്പ് സമരവും സമയവും സമ്മാനിച്ചത് കുറെ വൈധവ്യങ്ങൾ, അനാഥത്വങ്ങൾ, തേങ്ങലുകൾ, പോർവിളികളുടെ വെടിയുണ്ടകളും ആയുധങ്ങളും, നെഞ്ചിൻ കൂട് തകർത്ത ജീവിത സ്വപ്നങ്ങളും. എന്നിട്ടും മനുഷ്യനോട് പക തീർന്നില്ല. വയറ് വിശക്കുന്നവന് ഒരിക്കലും രാജ്യസ്നേഹിയാവാൻ കഴിയില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ. ചിറകിനാകാശം നേരമൊട്ടന്തിമോ
അന്നും അധികാരികളുടെ കാൽച്ചുവട്ടിലെ അറവ് മൃഗങ്ങളായിരുന്നു പെൺവർഗം. അധികാരി വർഗങ്ങൾ തീർക്കുന്ന അടിമച്ചങ്ങലകളുടെ കണ്ണികൾക്ക് നീളം കൂടി വന്നു. വെളുത്ത വർഗക്കാരൻ സർവായുധങ്ങളും മനസ്സും ഈ മണ്ണിൽ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയെങ്കിലും നാട്ടുരാജാക്കന്മാരുടെ ദുർഭരണത്തിന്റെ ദുർഗന്ധം പലരെയും ശ്വാസം ശരിയാണ്. എന്തർത്ഥവത്തായ പാട്ടാണത്. സിനിമാ കൊട്ടകയില് അത് പൊട്ടിച്ചിരിപ്പിക്കുന്ന പാട്ടാണെങ്കിലും സ്വന്തം ജീവിതത്തില് ആ പാട്ടും വരികളും തുന്നിച്ചേർത്ത് നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. നോക്കിന്നേ ഇങ്ങോട്ട്. നാളെ ഇമ്മളെ മോന്റെ സ്കൂളില് സ്വാതന്ത്ര്യദിനത്തിന്റെ പരിപാടി ഉണ്ടോലും. എല്ലാരും നല്ല കുപ്പായം കൊണ്ടിട്ട് വരണമെന്ന് നന്ദിനി ടീച്ചർ ഡയറിയിൽ എഴുതി കൊടുത്തേക്ക്. പറ്റുമെങ്കിൽ ഒരു പനിനീർ പൂ കൂടി കൊടുത്തയക്കണോന്ന് പറഞ്ഞിക്ക്. നാളത്തെ സ്വാതന്ത്ര്യദിന പരിപാടിയില് എന്റെ കുട്ടി ആരുടെ വേസാ കിട്ടുന്നേ? കുഞ്ഞാലി മരക്കാർ. ഹലോ, കേട്ടടി സുഹറ, വഹിദ, എന്റെ പൊന്നുമോൻ കെട്ടണ വേഷം കുഞ്ഞാലി മരക്കാറ്. പിറന്ന മണ്ണിനെ മാറോട് ചേർത്ത ധീരനായ കുഞ്ഞാലി മരക്കാറ്, കോഴിക്കോട് സ്വരൂപത്തിന്റെ കടൽപ്പട നായകൻ, നാട് പിടിച്ചെടുക്കാൻ വന്ന പറങ്കികളെ വെള്ളിയാങ്കല്ലിലിട്ട് വെട്ടി നുറുക്കി മീനുകൾക്ക് എറിഞ്ഞുകൊടുത്ത ധീരദേശാഭിമാനി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബാപ്പച്ചി പറഞ്ഞതൊക്കെ ശരിയാണ്. ഇതൊക്കെ കിതാബിന്ന് ഞമ്മളും പഠിച്ചിക്കണ്. പക്ഷേങ്കില് എന്താണ് ഒരു പക്ഷേങ്കില്? സത്യത്തില് സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ ബാപ്പച്ചി? അങ്ങനെ സമ്പൂർണമായൊരു സ്വാതന്ത്ര്യം കൈവന്നു എന്ന ഉറപ്പോടെയാണോ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനായിട്ട് നമ്മൾ കൊണ്ടാടുന്നേ? വഹീദ, ഈ എന്തൊക്കെയാണ് പറയണത്? സ്വാതന്ത്ര്യം കിട്ടാണ്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കോ ആരെങ്കിലും? ദാ നമ്മളെ കുഞ്ഞൂസ് പിറന്നതിന് ശേഷം ഉപ്പയ്ക്ക് എപ്പോഴെങ്കിലും ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ? അനുഭവിച്ചിട്ടുണ്ടോ? എല്ലാ ആഘോഷങ്ങളിൽ നിന്നും ആനന്ദങ്ങളിൽ നിന്നും ആദ്യം നമ്മളെ അകറ്റിയത് നമ്മളെ കുടുംബങ്ങളിൽ നിന്നല്ലായിരുന്നു ഉമ്മ, ആയിരുന്നു ഉപ്പ. വലിയ വലിയ പേരുള്ള ബന്ധുക്കള് പെരേക്കൂടലും മംഗലവും പറയുമ്പോ ഇവനെ നിർബന്ധമായിട്ടും കൂട്ടണമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബാപ്പച്ചി? ആരും കാണാതെയാണെങ്കിലും ഒരു രാത്രിയെങ്കിലും കണ്ണീര് തുടയ്ക്കാണ്ട് ഉമ്മ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ? അറിയാത്തത് കൊണ്ട് ചോദിക്കുക. അങ്ങനെ കാണാമറയത്തിന്നും തുടച്ചു മാറ്റുന്ന കണ്ണീരിന്റെ പേരാണോ ഉമ്മ സ്വാതന്ത്ര്യം? ഇതുപോലെ എത്രയെത്ര മാതാപിതാക്കളുടെ കണ്ണീര് ഇവിടെ കടലിനേക്കാൾ കരഞ്ഞുകൊണ്ട് അലയടിക്കുന്നുണ്ടാവും. ലേ ഉമ്മ, ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി വേണ്ടപ്പെട്ടവരുടെ വാതിലുകൾ മുട്ടിയിട്ടും കേൾക്കാതെ പടികൾ ഇറങ്ങുമ്പോ
അവഗണനകൾ മാത്രം ബാക്കിയാവുന്ന ഉത്തരത്തിന്റെ പേരാണോ ഉമ്മ സ്വാതന്ത്ര്യം? പകലുയർത്തി അന്തിക്ക് അഴിക്കുന്ന പതാകയ്ക്കിടയിൽ ഭാരതവർഷത്തിന്റെ എണ്ണം പറഞ്ഞ് നാം നുണയുന്ന പാൽപായസത്തിന്റെ മധുരം, അതിന്റെ പേരാണോ ഉമ്മ സ്വാതന്ത്ര്യം? പിന്നെ എന്താണുമ്മ സ്വാതന്ത്ര്യം? ബാപ്പച്ചി കുറെ പുസ്തകങ്ങളൊക്കെ വായിച്ചതല്ലേ? ബാപ്പ വായിച്ച ഏത് പുസ്തകത്താളല്ല ഇമ്മള് കുഞ്ഞൂസിനെ പോലെ അവർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് മനസമാധാനത്തോടെ ഉണ്ണാനും ഉറങ്ങാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്? അത് തന്നെയാണ് ബാപ്പച്ചി ഞാനും പറഞ്ഞത്. എന്റെ കുഞ്ഞൂസിനെ പോലെ ആയിരങ്ങൾ, എല്ലാ ആശകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വെടിഞ്ഞ് എന്റെ ബാപ്പച്ചിയെയും ഉമ്മച്ചിയെയും പോലെ കുറെ രക്ഷിതാക്കള്. സ്വാതന്ത്ര്യം എന്ന 3 അക്ഷരത്തില്, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒറ്റ വാക്കില് എന്റെ ബാപ്പച്ചി ഉണ്ടോ, എന്റെ ഉമ്മയുണ്ടോ? ആരുടെയും തെറ്റുകൊണ്ടല്ലാതെ പിറന്ന എന്റെ കുഞ്ഞൂസുണ്ടോ? ഈ മരച്ചോലയിൽ ഞാനിരുന്ന് ഇന്ത്യ തന്നഭിമാനം കണ്ടിരുന്ന്. ഈ മരച്ചോലയിൽ ഞാനിരുന്ന് ഇന്ത്യ തന്നഭിമാനം കണ്ടിരുന്ന്. ഇവിടെ വളരും സത്യമെല്ലാം ഇതിഹാസത്തിൻ മിഥ്യയല്ല. ഇവിടെ വളരും സത്യമെല്ലാം ഇതിഹാസത്തിൻ മിഥ്യയല്ല. ഈ മരച്ചോലയിൽ ഞാനിരുന്ന് ഇന്ത്യ തന്നഭിമാനം കണ്ടിരുന്ന്. അരുമ നിറഞ്ഞ തമാശഭൂമി, ആരും കൊതിക്കുന്ന എന്റെ ഭൂമി. അരുമ നിറഞ്ഞ തമാശഭൂമി, ആരും കൊതിക്കുന്ന എന്റെ ഭൂമി. പുണ്യപുരാതന സംസ്കാരവും പൂത്തുലയുന്നതാം വാടികളും. പുണ്യപുരാതന സംസ്കാരവും പൂത്തുലയുന്നതാം വാടികളും. ഈ മരച്ചോലയിൽ ഞാനിരുന്ന് ഇന്ത്യ തന്നഭിമാനം കണ്ടിരുന്ന്.